കൗണ്ടിങ് ലെവൽ അറിഞ്ഞതോടുകൂടി പിന്നെ കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും വിളിച്ച് ആഹ്ലാദത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടരാൻ, ആഹ്ലാദത്തിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ ഞങ്ങൾ അവിടുന്ന് നിർദ്ദേശം കൊടുക്കുകയും CPM-ന്റെ പ്രവർത്തകന്മാർ വാങ്ങിവെച്ച പടക്കം പകുതി വില കൊടുത്ത് പലയിടത്തും ഞങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചു എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സാഹചര്യം. ഉദാഹരണം, എൻ്റെ പ്രദേശത്ത് പായസത്തിന് വേണ്ടി, അതുപോലെ തന്നെ വെള്ളം കൊണ്ടുവച്ചു, ബിരിയാണിക്ക് വേണ്ടി ആട്ടിനെ കൊണ്ടുപോയി കെട്ടി. അവിടുത്തെ ഒരു ഉസ്മാൻ എന്ന് പറയുന്ന ഒരു CPM-ന്റെ പ്രവർത്തകന്റെ വീട്ടിൽ ഇതൊക്കെ ഒരുക്കി വെച്ചപ്പോ ആ സാധനങ്ങളുമായി അവർ അവിടെ കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് വിവരം കിട്ടുന്നത് പടക്കം വാങ്ങി വെച്ചിട്ടുണ്ട്, ഏകദേശം 2500 രൂപയുടെ പടക്കമുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നത്. ഉടനെ തന്നെ അതിൽ ഒരു പയ്യനെ വിളിച്ച്, നിങ്ങൾ വാങ്ങിവെച്ച പടക്കം വിൽക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഇത് കിണറ്റിലെറിയേണ്ടി വരും, അതുകൊണ്ട് പടക്കം വിറ്റിട്ട് കിട്ടുന്ന കാശ് കൈക്കലാക്കലാണ് ഇപ്പം നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അത് 1500 രൂപയ്ക്ക് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളവിടെ അത് 2500 രൂപയുടെ പടക്കം ആ പ്രദേശത്ത് പൊട്ടിച്ചു. ഞാൻ പറഞ്ഞു വന്നത് അത്ര പ്രതീക്ഷയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരാണ് വോട്ട് ചെയ്തത്, ആരാണ് നിങ്ങളെ തോൽപ്പിച്ചത്, ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രതികാരമുണ്ടത് എന്നത് വല്ലാത്തൊരു വസ്തുതയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഒന്നുമില്ലാത്ത പ്രവർത്തനമാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ നടത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ ജീവൻ ബലി നൽകേണ്ടി വന്നാലും, ബലിതർപ്പണം നടത്തേണ്ടി വന്നാലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിപ്പിക്കാതെ ഞങ്ങൾ അടങ്ങിയിരിക്കുകയില്ല എന്ന പ്രഖ്യാപനത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, ആരാണ് ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിച്ചത്? ഞങ്ങൾ ആരാണ് സഹായിച്ചത്? 1,43,000 വോട്ടിനെ മറികടന്നുകൊണ്ട് 46,800 വോട്ടുകൾക്ക് കെ സുധാകരൻ ജയിക്കുന്നതിന് 1,95,000 വോട്ടിന്റെ വ്യത്യാസമുണ്ടാക്കി തന്നത് ആരാണ്? മുസ്ലിം ലീഗ് മാത്രമോ, കോൺഗ്രസ് മാത്രമാണോ, ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ മാത്രമാണോ? അല്ല. സഖാബ് പിണറായി വിജയന്റെ ബൂത്തിൽ, പിണറായി പഞ്ചായത്തിലെ സൗത്ത് LP സ്കൂളിൽ അദ്ദേഹം ആദ്യ വോട്ട് ചെയ്ത ആ സൗത്ത് LP സ്കൂളിൽ നാളിതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരക്ക സംഖ്യ വോട്ടുകൾ. ഒരക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ മാക്സിമം 9 ആണ്. ഈ 9-ന് താഴെയാണ് ഞങ്ങൾക്ക് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയിട്ടുള്ള വോട്ടുകളുടെ എണ്ണം. കേരളത്തിലെ CPM-ന്റെ സമരോധനായിട്ടുള്ള നേതാവ്, അവരുടെ ആദരണീയനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി, ആ സംസ്ഥാന സെക്രട്ടറിയുടെ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ ബൂത്തിനകത്ത് ഒരക്ക സംഖ്യയുടെ വോട്ട് പോലും ലഭിക്കാത്ത ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടല്ലോ. നിങ്ങളുടെ ആ ജന്മശത്രുവായ കെ സുധാകരന് 326 വോട്ടാണ് ബഹുമാന്യനായ സഖാബ് പിണറായി വിജയന്റെ ബൂത്തിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കെ സുധാകരന് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ആരാണ് ഈ വോട്ടുകൾ ചെയ്തത്? ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ബൂത്ത് ഏജന്റ് ഇല്ലാത്ത ബൂത്ത്, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സ്ലിപ്പ് വിതരണം നടത്തിയിട്ടില്ലാത്ത ഒരു ബൂത്ത്, അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒട്ടേറെ ആളുകൾ അവിടെ പോസ്റ്റർ പതിക്കുകയോ ചിഹ്നം വരയ്ക്കുകയോ അല്ലെങ്കിൽ ചിഹ്നം വിതരണം ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രദേശത്ത്, ആ പ്രദേശത്ത് 326 വോട്ട് ആരാണ് ചെയ്തു തന്നത്? ചെയ്തത് രാജ്യത്തിലെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരാ. മുതലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾക്ക് സംരക്ഷകരായി സാന്റിയാഗോ മാർട്ടിന്റെയും ഫാരീസ് അബൂബക്കറിന്റെയും അതുപോലെ തന്നെ ലിസ് ചാക്കോയുടെയും അടുക്കളയിൽ ഈ ചെങ്കൊടി പണയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ കയ്യൂരിന്റെയും കരുവള്ളൂരിന്റെയും പുന്നപ്രയിലെയും വയലാറിലെയും മുനിയംകുന്നിലെയും പാടിക്കുന്നിലെയും തില്ലങ്കരിയിലെയും ഒഞ്ചികത്തിന്റെയും ആ ധീരമായ മണ്ണുകളിൽ രാജ്യത്തിലെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി പൊരുതി മരിച്ചു പോയ ആളുകളുടെ ചങ്കില ചോരയിൽ കുതിർത്തെടുത്ത ചെങ്കൊടിയുണ്ടല്ലോ, ആ ചെങ്കൊടി മുതലാളി വർഗ താല്പര്യങ്ങൾക്ക് മുന്നിൽ അടിയറവ് വെക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ചങ്ക് തകർന്നു പോയ ഈ രാജ്യത്തിലെ സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകാരാണ് കെ സുധാകരന് വോട്ട് ചെയ്തത് പിണറായി വിജയന്റെ ബൂത്തിൽ. മയ്യൽ പഞ്ചായത്ത് നിങ്ങളുടെ തൊട്ടടുത്ത നിയോജക മണ്ഡലമായ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ മയ്യൽ പഞ്ചായത്തിലെ കരിങ്കൽക്കുഴി എന്ന് പറയുന്ന പ്രദേശം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൂത്ത് ഏജന്റുമാരില്ലാത്ത, സ്ലിപ്പ് വിതരണം ചെയ്തിട്ടില്ലാത്ത, അതുപോലെ തന്നെ പോസ്റ്ററുകൾ പതിച്ചിട്ടില്ലാത്ത ആ മേഖലയിലെ ആ ബൂത്തിനകത്ത്, മയ്യൽ പഞ്ചായത്തിലെ 95-ാം നമ്പർ ബൂത്ത്, ആ ബൂത്തിനകത്ത് തെരഞ്ഞെടുപ്പ് 12 മണി വരെ റൂഹാനികൾ വോട്ട് ചെയ്യാത്ത മര്യാദയുടെ വോട്ടിംഗ് നടന്നു.
ആ മര്യാദയുടെ വോട്ടിംഗ് നടന്നപ്പോ 12 മണിയായപ്പോ അവിടുന്ന് ബൂത്ത് ഏജന്റായി പ്രവർത്തിച്ച ബ്രാഞ്ച് സെക്രട്ടറി പുറത്തു വന്നിട്ട് ലോക്കൽ സെക്രട്ടറിയോട് വിളിച്ചു പറഞ്ഞു, സഖാവേ, ഈ നിലക്ക് പോയാൽ അപകടകരമാണ്. നമ്മൾ കള്ള വോട്ട് ചെയ്യാൻ ഏൽപ്പിച്ച ആളുകൾ പോലും നമുക്കെതിരായി വോട്ട് ചെയ്യുന്നു എന്നതാണ് അവിടുത്തെ ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ട്രെൻഡ് നമുക്ക് അനുകൂലമല്ല, അടിയന്തരമായി ഇതിന്റെ സംവിധാനം മാറ്റണം എന്ന് പറഞ്ഞപ്പോ ലോക്കൽ സെക്രട്ടറി അനുവാദം കൊടുത്തു. ആ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ 95 നമ്പർ ബൂത്തില് കരിങ്കൽക്കുഴി എന്ന് പറയുന്ന കരിങ്കൽക്കുഴി LP സ്കൂളില് 95 നമ്പർ ബൂത്തിൽ ആ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം മുഴുവനും മറികടന്നുകൊണ്ട് ഇന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്തില് UD ക്ലർക്കായി പ്രവർത്തിക്കുന്ന സുകുമാരൻ എന്ന് പറയുന്ന ആളിന്റെ മടിയിൽ വെച്ചു കൊടുത്തു. പിന്നീട് ആ മെഷീൻ, വോട്ടിംഗ് മെഷീൻ സുകുമാരൻ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ UD ക്ലർക്കായി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മടിയിൽ വെച്ചു കൊടുത്തു. പിന്നീട് മുഴുവൻ വോട്ടർമാരെയും അദ്ദേഹത്തിന്റെ മടിയിൽ ഓർഗൻ പോലെ വെച്ച ഈ മെഷീനിൽ പോയി വോട്ട് ചെയ്യുമ്പോൾ മറിച്ച് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഈ 12 മണി വരെ ചെയ്ത വോട്ടിൽ നാളിതുവരെ ഒരു വോട്ട് പോലും കിട്ടാത്ത ബൂത്തിനകത്ത് കോൺഗ്രസിന്റെ അനുഭാവി ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ വോട്ട് സ്വബഹിക്ക് മുമ്പേ ചെയ്യുന്ന ബൂത്തിനകത്ത് ആ ബൂത്തിൽ 97 വോട്ട് ബഹുമാന്യനായ K. സുധാകരൻ എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടി. ആരാണ് ചെയ്തു കൊടുത്തത്? സമരമുഖങ്ങളിൽ പതരാതെ പ്രവർത്തിച്ച പോരാട്ടത്തിന്റെ കർമ്മഭൂമിയായ മൊറാള എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കടന്നു നോക്കാൻ കഴിയാത്ത, മുസ്ലിം ലീഗിന് പ്രവർത്തകന്മാരില്ലാത്ത, കോൺഗ്രസിന് പ്രവർത്തകന്മാരില്ലാത്ത, അനുഭാവികൾ പോലുമില്ലാത്ത മൊറാള എന്ന് പറയുന്ന ആ ബൂത്തിൽ മൊറാളയിൽ 126 വോട്ടുകൾ പ്രിയങ്കരനായ K. സുധാകരന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ അധികം ലഭിച്ചു എന്ന് പറഞ്ഞാൽ, അവിടെ 126 വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിനർത്ഥം ആരാണ് വോട്ട് ചെയ്തത്? ഈ രാജ്യത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരല്ല, കോൺഗ്രസ് പ്രവർത്തകന്മാരല്ല, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരല്ല. കണ്ണൂരിൽ CPM തോറ്റുപോവുക എന്ന് പറഞ്ഞാൽ വത്തിക്കാനിൽ അവിടെ ക്രൈസ്തവ സമുദായം നശിച്ചു പോകുന്നത് പോലെ. കാരണം കേരളത്തിലെ CPM-ന്റെ സകല നേതാക്കന്മാരും നിലനിൽക്കുന്നത് ഈ കണ്ണൂരിന്റെ തട്ടകത്തിലാണ്. പോളിറ്റ് ബ്യൂറോയിലെ 3 അംഗങ്ങളിൽ 2 പേരും കണ്ണൂർക്കാരാണ്. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി കണ്ണൂർക്കാരനാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററും EP ജയരാജനും കണ്ണൂർക്കാരാണ്. സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള MV ജയരാജൻ, MV ഗോവിന്ദൻ മാസ്റ്റർ, അതുപോലെ തന്നെ EP ജയരാജൻ, ശ്രീമതി ടീച്ചർ, സഹദേവൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും കണ്ണൂരിന്റെ തട്ടകത്തിൽ നിന്ന് CPM പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമിതിയിലേക്ക് കടന്നുപോയിട്ടുള്ള ആളുകളാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീമതി ടീച്ചറും അതുപോലെ തന്നെ EP ജയരാജനും കണ്ണൂർക്കാരാണ്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി TV രാജേഷ്, ആ സമയത്ത് SFIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MN ഷംസീർ, അതുപോലെ തന്നെ മഹിളാ ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി KK ശൈലജ ടീച്ചർ, KSKTUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് CKP പത്മനാഭൻ തുടങ്ങിയ ആ പ്രസ്ഥാനത്തിന്റെ സകല നേതാക്കന്മാരുടെയും തട്ടകമായിട്ടുള്ള കണ്ണൂർ, ആ കണ്ണൂർ ഈ നേതാക്കന്മാരുടെ മാത്രം തട്ടകമല്ല. കടന്നുപോയ നേതാക്കന്മാരായിട്ടുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള സഖാ VK നായനാർ, അതുപോലെ തന്നെ ചടികൻ ഗോവിന്ദനും അഴീക്കോടൻ രാഘവനും CH കണാരനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തട്ടകമൊരുക്കിയിട്ടുള്ള സഖാവ് AKG എന്ന് പറയുന്ന ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ, അധ്വാനിക്കുന്ന വർഗത്തിന്റെ പടപ്പാട്ടുപാടി ഇന്ത്യയിലെ ഭരണാധികാരി വർഗത്തെ വറകൊള്ളിച്ച ഇന്ത്യയുടെ പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് കടന്നുപോയ സഖാവ് AKGയുടെ തട്ടകത്തിലാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM തോറ്റുപോയത് എന്നതാണ് അവിടെ പ്രധാനം. CPM തോറ്റതിനേക്കാൾ ഇവരുടെ തട്ടകത്തിൽ CPM തോറ്റുപോയി എന്നുള്ളതാണ് പ്രധാനം എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വസ്തുത. ആ വസ്തുത വിസ്മരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് വടകര. 1,74,000 വോട്ടിന്റെ വ്യത്യാസമുണ്ടായിരുന്നു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ 19 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോ
കാസർഗോഡിൽ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഇവിടെ രാത്രി ഒരു സ്ഥാനാർത്ഥി നേരം വെളുക്കുമ്പോഴേക്കും മറ്റൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അവിടെ നേരം വെളുക്കുമ്പോഴേക്കും മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കാസർഗോഡ് കഴിഞ്ഞപ്പോ, കണ്ണൂരിൽ സുധാകരനെ പ്രഖ്യാപിച്ചപ്പോ, വയനാട് MA ഷാനവാസിനെ പ്രഖ്യാപിച്ചപ്പോ, മലപ്പുറത്ത് അഹമ്മദ് സാഹിബിനെയും, പൊന്നാനിയിൽ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെയും, പാലക്കാട് സതീശൻ പാച്ചേനി തുടങ്ങി അവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോ സതീഷ് അവിടെ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകളെ 19 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോ ഒരിടത്ത് മാത്രം സ്ഥാനാർത്ഥിയില്ല. വടകരയിൽ മാത്രം സ്ഥാനാർത്ഥിയില്ല. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. വടകരയിലെ നിയോജക മണ്ഡലത്തിൽ 1,74,000 വോട്ടിന്റെ വ്യത്യാസമുള്ള വടകരയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളും അടിച്ചുവാരി കൊണ്ടുപോയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ തങ്ങളുടെ 19 എംപിമാരിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി 1,32,454 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കടന്നുപോയ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അവിടെ മത്സരിക്കാൻ ആരും ധൈര്യപ്പെട്ട് മുന്നോട്ട് വരാതിരുന്ന ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റാത്ത ആ സാഹചര്യം ഉണ്ടായപ്പോഴാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഓഫീസിൽ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഈ വിനീതനായ ഞാനും ഇരിക്കൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റും കടന്നുപോയപ്പോ ഞങ്ങളെ കൃത്യമായി സ്വീകരിച്ച് എന്നിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഓഫീസിൽ ഇരിക്കേണ്ട ആളല്ല, ഞാൻ ആ കസേരയിൽ ഇരിക്കേണ്ട ആളല്ല. എന്റെ ക്യാബിനറ്റ് മന്ത്രി പി ചിദംബരം ഇരുന്ന ഓഫീസിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ ക്യാബിനറ്റ് മന്ത്രി ചിദംബരം ഇരുന്ന കസേരയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ അവിടെ ഇരിക്കാൻ അയോഗ്യനാണ് എന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ ഇവിടെ എത്തിച്ചത് നിങ്ങളുടെ നേതാവ് തില്ലങ്കേരി, ഇത് ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രിയപ്പെട്ട മുല്ലപ്പള്ളി, അദ്ദേഹം എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചത്? അദ്ദേഹം തൻ്റെ അനുഭവം പറയുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 15ാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല. കഴിഞ്ഞ 15ാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് എന്റെ വീട്ടിൽ, ചോമ്പായിലെ വീട്ടിൽ ഞാൻ വിശ്രമിക്കുമ്പോഴാണ് ഒരു ദിവസം ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ നിന്ന് ലാൻഡ് ഫോണിൽ നിന്ന് എന്നെ വിളിക്കുന്നത്. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ മറുതലക്കൽ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ നിങ്ങോട്ടൊന്നും പറയരുത് മുല്ലപ്പള്ളി, ഒരപേക്ഷ നടത്തുന്നതിന് വേണ്ടി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങോട്ടൊന്നും പറയരുത്. ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാം കേട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മുല്ലപ്പള്ളി, ഈ തവണ വടകരയിൽ മത്സരിക്കണം, ഈ തവണ നിങ്ങൾ വടകരയിൽ മത്സരിക്കണം. 15ാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ എന്റെ ചാരത്തിരിക്കുന്ന ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടുന്ന് അങ്ങയോട് പറയുന്ന മത്സരിക്കാൻ ഇന്ത്യയുടെ പാർലമെന്റിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു MP ഉണ്ടായിരിക്കുമെന്ന് ഞാൻ എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി അങ്ങക്ക് വാക്ക് തരികയാണ് മുല്ലപ്പള്ളി, അതുകൊണ്ട് മത്സരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ 5 മിനിറ്റിനകം ബഹുമാന്യപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങയെ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്ത് ഞാൻ ആലോചിച്ചു, എന്താണ് വേണ്ടത്, മത്സരിക്കണമോ വേണ്ടയോ? എന്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് പറയുന്നത്, എന്ത് വന്നാലും മത്സരിക്കുക, അനുസരണക്കേട് കാണിക്കേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആ ലാൻഡ് ഫോൺ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചപ്പോ പാണക്കാട് തങ്ങളാണ് ഫോൺ എടുത്തത്. തങ്ങളോട് ഞാൻ പറഞ്ഞു, തങ്ങളെ, ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. ഒരുപാട് പുഞ്ചിരി കണ്ടിട്ടുള്ള, സുസ്മേരവദനായി, തൂവെള്ള വസ്ത്രധാരിയായി, 14ന്റെ നിലാവൊളിവ് പോലെ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പാണക്കാട് തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പൊട്ടിച്ചിരിക്കുന്ന പാണക്കാട് തങ്ങളുടെ ചിരി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിലെന്ന് ഞാൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് പറഞ്ഞപ്പോ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പൊട്ടിച്ചിരിക്കുന്ന കേൾവിയാണ് എനിക്ക് കേൾക്കേണ്ടി വന്നത്. ഉടനെ തന്നെ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കയ്യിലേക്ക് ഫോൺ കൈമാറി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നോട് പറഞ്ഞ വാക്കുകൾ, പ്രിയപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ, നിങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എന്റെ പ്രവർത്തകന്മാർക്കും ഞങ്ങൾക്കും എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ആ ത്യാഗത്തിന്റെ അമൂർത്തമായ അനുഭവങ്ങൾ ഞങ്ങളുടെ നെഞ്ചേറ്റേണ്ടി വന്നാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, എന്റെ പ്രവർത്തകന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞപ്പോ എന്തെന്നില്ലാത്ത ഒരാത്മവിശ്വാസം എന്റെ മനസ്സിലുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി.
KPCC ആസ്ഥാനത്തെത്തി. അവിടെയും ആഹ്ലാദ ആരവങ്ങളോടെയാണ് എന്നെ സ്വീകരിച്ചത്. അവിടെ വെച്ച AICC വിവരമറിയിച്ച് AICC അന്ന് രാത്രി തന്നെ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച്